നമസ്കാരം. ഫ്രം സോ എന്ന മൂവി കാണുവാനായിട്ട് അതിന്റെ പ്രിവ്യൂ ഷെയർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാജ്ബി ഷെട്ടിയും അതിന്റെ അണിയറ പ്രവർത്തകരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് കാന്താരയുടെ കോ റൈറ്റേഴ്സ്, അതിന്റെ പറഞ്ഞ രാജ്ബി ഷെട്ടിയുടെ കുറച്ച് തിയേറ്ററിക്കൽ ആർട്ടിസ്റ്റ്, ഇവരൊക്കെയാണ് അവർ വന്നിട്ടേച്ചത്. ഈ ഫ്രം സോ എന്ന മൂവി നമ്മൾ സാധാരണ ഒരു കന്നഡ പടം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ ഈ പടം കണ്ടു തീരുമ്പോൾ കൈയടിച്ച് ചിരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് വരുന്ന ഒരു സത്യനന്ദിക്കാട് മൂവി പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം നമ്മൾ വളർന്നിരിക്കുന്ന, എന്താ പറയാ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, കൗതുക വാർത്തകൾ, അതുപോലെ തന്നെ പൊന്മുട്ടിയിടുന്ന താറാവ്, ഇതേ ഫീലാണ് ആ പടം. നാട്ടിൻപുറം, കർണാടകയിലെ നമ്മുടെ കേരള ബോർഡറിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞേക്കണേ. രാജ്ബി ഷെട്ടി എന്നുള്ള ഒരു നടനേക്കാളും ഉപരിയായിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ള ആക്ടേഴ്സാണ് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലെ നായകൻ, അതിന്റെ ഡയറക്ടറായിട്ട് നായകൻ തന്നെയാണ്. പിന്നെ അതിൽ വേറൊരു നായകൻ കൂടി ഉണ്ട്. അദ്ദേഹം കാന്തയുടെ കോ റൈറ്ററാണ്. നമുക്ക് ഇവരൊക്കെ പുതുമുഖങ്ങളായതുകൊണ്ട് അവരുടെ പേരിലല്ല കാര്യം. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത്ര അതിമനോഹരമായ സിനിമ. കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു നല്ലൊരു ആശയമുണ്ട്, അതുപോലെ തന്നെ ഇത് എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് പറയുന്ന രീതി അടിപൊളിയാണ്. അതായത് ഒരു ആൺകുട്ടി, ഒരാള്, അവനൊരു അമ്മയായാൽ മാത്രമാണ് ഒരു പെണ്ണ് സമൂഹത്തിൽ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. അതാണ് ഈ സിനിമയുടെ മുഖ്യമായ ആശയം. ഈ സിനിമ എന്താ വന്നാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് രസിക്കേണ്ട ഒരു സിനിമയാണ്. രാജ്ബി ഷെട്ടിയെ നിർമ്മാതാവാണ് ഇത് ഭയങ്കര രസമായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര രസമാണ്. തിയേറ്ററിൽ വമ്പൻ ചിരിയുടെ ഒരു മേളം തന്നെയാണ് ഈ പറയുന്ന ഫ്രം സോ എന്ന് പറയുന്നത്. സുലോചന സംതിങ്, ഈ പറയുന്ന അതിലെ ആക്ഷനും എല്ലാ കാര്യങ്ങളും, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്ത് രസമായിട്ടാണ് അറിയുന്നത്. നമ്മൾ പഴയ ശങ്കരാടി, അല്ലെങ്കിൽ എന്താ പറയുക, തിലകൻ, ജഗതി, ഇന്നസെന്റ്, ഇവരൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ പോലും അവരെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ അവരൊക്കെ ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു സിനിമയാണ് ഫ്രം സോ. കർണാടകത്തിലേക്ക് എന്തോ ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്, നല്ല കളക്ഷനുള്ള സിനിമയാണ്. പക്ഷെ ഇത് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. നമ്മുടെ പഴയ ഒരു, എന്താ പറയാ, ഒരു നാട്ടിൻപുറത്തെ ഒരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയാക്കുക.